കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്ത് വരികയും നേതാക്കൾ കൈവിടുകയും ചെയ്തതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ തെറ്റു ചെയ്തത് കൊണ്ടല്ല രാജി എന്ന ന്യായീകരണമാണ് നിരത്തിയത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെക്കും. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊരു യുവതിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണവും പുറത്തു വന്നു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആര് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്? ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. യുവനടി പറഞ്ഞത് തനിക്കെതിരായിട്ടാണെന്ന് കരുതുന്നില്ലെന്നും എഴുത്തുകാരി ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണം അവർ തന്നെ തെളിയിക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞു. ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിക്കുന്ന കാലമാണെന്നായിരുന്നു പുറത്തുവന്ന ശബ്ദരേഖയോടുള്ള പ്രതികരണം. യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു വെക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ, ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെന്റെ സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷെ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. അവർ പങ്കുവെച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവെച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവെച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം അവർ പങ്കുവെക്കാത്തത്. സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്യുന്ന ഞാൻ പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. രാഹുലിന്റെ പ്രതികരണത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നടി റിനി ആൻ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടത്തിയ പോരാട്ടമാണെന്നായിരുന്നു പ്രതികരിച്ചത്. എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്.
രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല, ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല. അയാൾ പറയുന്നതിൽ പരാതിയില്ല, ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു, അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ചിത്രസഹിതം വരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ത് ആറ്റിറ്റ്യൂഡാണെന്നുള്ളത്, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമല്ലോ. കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ്. ഇനി അവർ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ആ പ്രസ്ഥാനമാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ നടി റിനി ഞാൻ പറഞ്ഞതുപോലെ കുറേയേറെ പ്രൂവ് ചെയ്യാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്നതിനുമപ്പുറം എന്തെല്ലാം തെളിവുകളാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്? ഓഡിയോ സംഭാഷണം, വാട്സപ്പ് ചാറ്റ്, ടെലിഗ്രാമിലെ ചാറ്റ്, FB ചാറ്റ്, ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടതില്ലേ? ഇതിൽ അവസാനിക്കുമോ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവൃത്തികൾ? എൽദോ, ആരെങ്കിലും ഒന്ന് പറയാൻ മറ്റുള്ളവർ കൂടി കാത്തിരുന്നു എന്ന് മനസ്സിലാക്കും വിധമാണ്, തോന്നിക്കും വിധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും തെളിവുകളും പുറത്തു വരുന്നത്. ഇന്നലെ കൊച്ചിയിൽ യുവ നടി തുടങ്ങി വെച്ചതാണ്. ഇന്ന് രാവിലെ അതൊരു ശബ്ദ സന്ദേശമായി, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ശബ്ദ സന്ദേശമായി പിന്നീട് പുറത്തു വന്നു. അതിനു പിന്നാലെ ആരോപണങ്ങൾ ഓരോന്നായി രാഹുലിനെതിരെ വരികയാണ്. ഒരു സ്ക്രീൻഷോട്ട്, ഇതേ ആരോപണം രാവിലെ വന്ന ശബ്ദ സന്ദേശത്തിന് സ്ഥിരീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ, ടെലഗ്രാം ചാറ്റുകളുമാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അതും ഒരേ ആരോപണമാണ്. പിന്നാലെ ഇപ്പോൾ ന്യൂസ് 18-ലൂടെ അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ നടത്തുന്ന വെളിപ്പെടുത്തലും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ പരാതിയില്ല, സൗഹൃദത്തിൻ്റെ ഭാഗമായുള്ള സംഭാഷണങ്ങളാണ്, അത് എങ്ങനെ കേസെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കേസെടുക്കാൻ തക്ക കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ എന്ന ചോദ്യം ശക്തമായി ഉയർന്നു വരികയാണ്. BJP-യും CPM-ഉം ഒക്കെ, CPM സംസ്ഥാന സെക്രട്ടറി രാജി ആവശ്യപ്പെട്ടെങ്കിൽ പോലും DYFI-യും ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഒക്കെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കിയിരുന്നു. നേരത്തെ V ശിവൻകുട്ടി MLA അടക്കമുള്ളവർ, PK ശ്രീമതിയെ പോലുള്ള CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തുള്ള രാജി ആവശ്യപ്പെടുന്നു. BJP ആണെങ്കിൽ കുറച്ചുകൂടി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്, പാലക്കാടും തിരുവനന്തപുരത്തുമൊക്കെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. രാവിലെ പ്രതിപക്ഷ നേതാവും KPC നേതൃത്വവുമായും ACC നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് MLA സ്ഥാനം കൂടി രാജിവെക്കുന്നതാണ് പാർട്ടി ഗുണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉടൻ രാജി എന്നൊരു തീരുമാനത്തിലേക്ക് പോകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് പാർട്ടി നിർബന്ധിക്കില്ല. കേസുകൾ ഉണ്ടാകട്ടെ, തെളിവുകൾ വരട്ടെ. കാരണം CPM-ന്റെ MLA-മാർക്കെതിരെ സമാനമായി M മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെക്കുകയല്ല ചെയ്യും. അതുകൊണ്ട് തന്നെ കേസിലേക്ക് പോകട്ടെ, നിയമ നടപടികളായി വന്നാൽ ആ ഘട്ടത്തിൽ നോക്കാം. ഏതായാലും പാർട്ടി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. MLA സ്ഥാനത്തുടൻ രാജി ഉണ്ടാകില്ല എന്ന സൂചനയാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും രാഹുൽ വിഷയം കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കോൺഗ്രസിനെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്ത നേതാവായ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന നേതാവാണ്, കൃത്യമായി പ്രതികരിക്കുന്ന, വ്യക്തമായി പ്രതികരിക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. പക്ഷേ ഷാഫി ഈ ഏതാണ്ട് 24 മണിക്കൂർ ആകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ട്, അപ്പോഴും അത് പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. പാലക്കാടിൻ്റെ മുൻ MLA തൻ്റെ അനന്തരാവകാശി എന്ന നിലയിൽ പോലും, അല്ലെങ്കിൽ തൻ്റെ പിൻഗാമി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടന്ന ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും അതിനുശേഷം തൻ്റെ 3 തവണ ജയിച്ച സീറ്റുമൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു നേതാവിന് നൽകിയ ഷാഫി പറമ്പിൽ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധം നേതാക്കളെയൊക്കെ പ്രതിരോധത്തിലാക്കി ഓരോ മണിക്കൂറിലും പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയാണ്. കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ്, പ്രതിരോധത്തിലാണ്.